നെഗറ്റീവ് റിവ്യൂസ് സിനിമേനെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒരിടയ്ക്ക് ഒരുപാട് വന്ന സമയത്ത് ആസിഫിക്കയുടെ സിനിമകൾക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ചില സർട്ടൻ റിവ്യൂവേഴ്സിന്റെ. അതിനുശേഷം ആസിഫിക്കയ്ക്ക് ഒരു കംബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആസിഫിക്കയുടെ വൺ ഓഫ് ദ ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള നിലയ്ക്ക് ചോദിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കംബാക്ക് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ഇത്തരം ക്രിറ്റിസിസംസ് ഒരു തരത്തില് പോസിറ്റീവായിട്ടും ഇമ്പാക്ട് ഉണ്ടാക്കാറില്ലേ? നെഗറ്റീവ് റിവ്യൂസ് ഒരിക്കലും പോസിറ്റീവായിട്ട് നമുക്ക് ഇമ്പാക്ട് ഒന്നുമില്ല. അല്ലെന്നേ അത് പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ ഒരു സുഖമുള്ളത്. അപ്പോ ഈ പറഞ്ഞ ഇതെല്ലാം ആൾക്കാരും മറന്നു. നമുക്ക് ഇത്രയും നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. മച്ചാനെ പറ്റി എല്ലാവർക്കും അറിയാം ഇത്രയും ഗംഭീര ആക്ടർ ആണെന്ന്. പക്ഷെ ഒരു പടം എന്താ മോശമായി കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഭയങ്കര മോശമായിട്ടൊക്കെ പറയുമായിരിക്കും. പക്ഷെ തിരിച്ചു വരുമ്പോ നമുക്ക് കിട്ടുന്ന ഹൈ വേറെയാ. അത് ഇപ്പൊ മച്ചാനായിരിക്കും നമ്മുടെ കൂടെയുള്ള എന്റെ സുഹൃത്തു കൂടെ. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അതേ സെയിം ഹൈ ആണ്. കണ്ടോടാ രസമല്ലേ? ഇത് തന്നെയാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ജീവിതം തന്നെ ഇങ്ങനെയാണല്ലോ. ആൾക്കാർ ചിലപ്പോ നമ്മള് പല സമയത്ത് നമ്മള് മോശം പറയുമായിരിക്കും. പക്ഷെ നമ്മള് ആൾക്കാരെ നമ്മൾ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കുമ്പോ ഇവര് തന്നെ മാറ്റി പറഞ്ഞു. അതെ, പ്രൂവ് ചെയ്ത് കാണിക്കണം. നമ്മുടെ ഇതില് കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഗേൾസിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. നിങ്ങളുടെ ഒരു വൈബ് എങ്ങനെയായിരുന്നു ഈ ഗേൾസ് ഗ്രൂപ്പിന്? ഞാൻ ഇവിടെ വന്നപ്പോഴും നിങ്ങൾക്ക് ഏകദേശം ഒരുമിച്ച് ചില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു വൈബ് എങ്ങനെയായിരുന്നു? പൊളി വൈബ് ആയിരുന്നു. ലൈക്ക് ബേസിക്കലി ഫുൾ ടൈം ഒത്തിരി പേരുണ്ടായിരുന്നു. സോങ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ 5 to 6 days കണ്ടിന്യൂ ഷൂട്ടായിരിക്കും. അപ്പോൾ പടത്തിലുള്ള എല്ലാ കാസ്റ്റ് ആ സോങ്ങിൽ ഉണ്ടാവും. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി മച്ച് ഹെൽപ്പിംഗ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് റെഡി ആവാൻ പറയുമ്പം എന്നാ ചേച്ചി റെഡി ആവാം, ഓക്കെ ചേച്ചി എനിക്ക് റെഡി ആവാൻ, അങ്ങനെ. സോ കാരവാൻ വാസ് ഫുൾ. നമ്മുടെ ഈ ഗേൾസ് ഒക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ ഒരു റൂമിൽ നിന്ന് എല്ലാവരും എനിക്കൊരു ഉത്സവത്തിന്റെ മൂഡൊക്കെ തോന്നി. നമ്മൾ ഈ മറ്റേ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോ ഒക്കെ അങ്ങനത്തെ എല്ലാ ദിവസവും ഏതോ നമ്മുടെ ബന്ധുവിന്റെ കല്യാണ വീട്ടിൽ പോണ ഒരു അവസ്ഥയായിരുന്നു. എല്ലാ ദിവസവും ഇത്രയും ആൾക്കാരുണ്ട്. ഭയങ്കര രസമായിരുന്നു. കാര്യം ഒരുപാട് കാലം ഇപ്പൊ ഞാനും കുറച്ച് കാലം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വല്ലപ്പോഴും ഇത്രയും ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ള സിനിമയില് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. എല്ലാ ദിവസവും മറ്റേ ചെക്കന്റെ വീട്ടുകാർ, പെണ്ണിന്റെ വീട്ടുകാർ, പെണ്ണിന്റെ അമ്മാവന്റെ വീട്ടുകാർ എന്ന് പറഞ്ഞ പോലെ പല പല ഏരിയ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. സോ സോ മച്ച് ഫൺ. അടിപൊളിയായിരുന്നു. അപ്പൊ വീണ്ടും നമ്മൾ ബാക്ക് ടു സുമതി വളവിലോട്ട് വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കേട്ടില്ലല്ലോ. അല്ല, ബാക്ക് ടു സുമതി വളവിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കഥ എങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റുമോ? അതൊന്നും പറയുന്നുണ്ട്. ചോദിച്ചാ മതി. അല്ല, എന്താ ഫുള്ള് ഇപ്പൊ ട്രിവാൻഡ്രത്താണെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാലക്കാട് ശരിക്കുള്ള സുമതി വളവ്. അപ്പൊ ഇത് പാലക്കാട് എവിടെയായിരുന്നു ഈ സുമതി വളവിന്റെ ഇതൊക്കെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തത്? പാലക്കാട് ഉള്ള ഈ മലബാർ ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു. വാളയാർ അടുത്ത് ഒരു കാട് തന്നെയായിരുന്നു അവരുടെ. പക്ഷെ നമുക്ക് സുഖമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. കാര്യം മലബാർ മെൻസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് കാരണം ഒരു വേറെ പുറത്തുനിന്ന് വേറെ ആരും ഉണ്ടാവില്ല. ആകെ പുറത്തുനിന്ന് ഉണ്ടാവുന്നത് കരിമ്പുലി, ആന, അങ്ങനത്തെ കാട്ടുപോത്ത്, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെല്ലാം നമ്മൾ എൻകൗണ്ടർ ചെയ്തു. നമ്മളെല്ലാരും കണ്ടായിരുന്നു. അവസാനത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത് കരിമ്പുലി ആനിവേഴ്സറി കണ്ടോ? നേരത്തെ പറഞ്ഞു കണ്ടു. ബോബി ചേട്ടന് കരിമ്പുലിനെ കാണാൻ പറ്റി. ഞങ്ങള് ആന കൂട്ടമായിട്ടുള്ളത് ഒറ്റയാൻ അങ്ങനെ പറയുന്നുണ്ട്. നമ്മളല്ലാതെ ഇത് കാണാനായിട്ട് പോകുമ്പോഴൊന്നും അങ്ങനെ കാണാൻ പറ്റാറില്ല. ഇത് പക്ഷെ കുറെ ദിവസം ഈ പറഞ്ഞ ഫുൾ നൈറ്റ് ഉള്ള ഷൂട്ട്. ആനക്ക് ഒരു ബോറടിച്ചിട്ട് പുറത്തിറങ്ങി വന്നായിരിക്കും. എന്താ പരിപാടികളാണ് ഫുൾ നൈറ്റ് ഒക്കെ. അവർക്ക് ഡിസ്റ്റർബൻസ്. പിന്നെ അത്ര ഡിസ്റ്റർബ് ചെയ്തില്ല ഞങ്ങള്. ഈ പറഞ്ഞത് അവരുടെ സൂപ്പർവിഷനോടെ ആണല്ലോ ചെയ്തത്. അപ്പൊ നമ്മുടെ മൂവിയുടെ റിലീസ് ഡേറ്റ് ഒക്കെ ഓഗസ്റ്റ് 1. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. താങ്ക് യു സോ മച്ച്.